അടിപൊളി. എടുത്തു പറയാൻ ഇല്ല, നല്ല പടമാണ്, സൂപ്പർ ഹീറോ പടമാണ്, കിട്ടില്ല പടം. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇക്കാലത്തെ നല്ല സൂപ്പർ ഹീറോ ഫാന്റസിയൊക്കെ നമ്മൾ മറിക്കുന്ന രീതിയില്ല. നല്ല പടമാണ്, അടിപൊളി പടം. ഇന്റർവ്യൂവിന് ശേഷം വേറെ എന്താണ് എടുത്ത് പറയാനുള്ള പടത്തില്? കുട്ടികൾ ഇപ്പോൾ വേനൽക്കാലല്ലേ, ഇപ്പോൾ ഈ അവധിക്കാലത്ത് കുട്ടികളെ സംബന്ധിച്ചോളം എൻജോയ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളിലുണ്ട്. അടിപൊളി. ഉണ്ണിമുന്ത എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. ഉണ്ണിമുന്ത വേറെ ലെവല്, വ്യത്യസ്തമായ വേഷം. കുഴപ്പമില്ല, നല്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തില്? മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിട്ടായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫീൽ ചെയ്തു സെക്കൻഡ് ഹാഫ്. ഒരു സൂപ്പർ ഹീറോ ടൈപ്പ് അല്ലേ വരുന്നത്? സൂപ്പർ ഹീറോ എങ്ങനെയുണ്ടായിരുന്നു? പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളി. ഉണ്ണിമുന്തൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ ഉണ്ണിമുന്തൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഉണ്ണിമുന്തൻ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴേ അടിപൊളിയായിട്ടുണ്ട്. പടം കൊള്ളാം. ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷനുള്ള ഒരു പടമാണ്. പിന്നെന്താ പറയുക, ഉണ്ണിമൂന്നിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്ത് പറയത്തക്ക ഉണ്ണിമൂന്നിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പുള്ളി ചെയ്ത നമ്മുടെ ഇതില്ലേ മല്ലു സിംഗ്, പിന്നെ മാർക്കോ ജൂനിയർ, അതുപോലെ പുള്ളിയുടെ പെർഫോമൻസിന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു സാധനമാണ് പടം. ഓവറോൾ കൊള്ളാം, നമുക്ക് കണ്ടിരിക്കാവുന്നൊരു പടമാണ്, നല്ലൊരു മൂവിയാണ്, കൊള്ളാം. എന്താണ് എടുത്ത് പറയാൻ വേറെ എന്തെങ്കിലും? എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഉണ്ണിമൂന്നിൻ്റെ പെർഫോമൻസ്, അതായത് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളുടെ ഒരു മാനറിസം കാര്യം. എനിക്ക് തോന്നുന്നു പുള്ളി ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഈ ആൾക്കാരെ പുള്ളി കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ മാനറിസവും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. പുള്ളി എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ അങ്ങനെ ഒരു സംഭവമാണ്. ഒരു എന്താ പറയുക, എല്ലാ ഏജ് ഗ്രൂപ്പും എൻഗേജ് ചെയ്യുന്ന എല്ലാവരും ഏജ് ഗ്രൂപ്പിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിലാണ് അവർ എടുത്തേക്കുന്നത്. ഓവറോൾ കൊള്ളാം, കണ്ടിരിക്കാവുന്ന ഒരു പടം. സിനിമ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആവറേജ് ആണ്. ഹീറോയ്ക്ക് എലമെൻ്റ് ഒന്നും ഇല്ല അങ്ങനെ വലുതായിട്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ആവറേജ്, ജസ്റ്റ് ആൻ ആവറേജ്. ഉണ്ണിമുന്തൻ എങ്ങനെയുണ്ട്? ഉണ്ണിമൂന്നിൻ്റെ പെർഫോമൻസ് കൊള്ളാം, നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഹാൻഡിക്യാപ്ഡ് റോളാണ്, പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ത്രില്ലിംഗ് എലമെൻറ്റ് നമുക്ക് മാളികപ്പുറത്ത് കിട്ടിയ പോലെ ഒരു ത്രില്ലിംഗ് എലമെൻ്റ് ഒന്നും കിട്ടുന്നില്ല, പല സ്ഥലത്ത് ലാഗ് ചെയ്യുന്നുണ്ട്. എന്റെ പേര് ജയ ഗണേഷ് ആയതുകൊണ്ട് പിന്നെ അടിപൊളി. ജയ ഗണേഷ് പടം കൊള്ളാം. പണ്ടത് ഉണ്ണിമൂന്നിൻ്റെ അഭിനയം പക്ഷേ ഇത്രയും ഒരു വീൽ ചെയറിൽ നിന്ന് ഇരുന്നാണ് സിനിമ അഭിനയിക്കുന്നത്. പിന്നെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, കൊള്ളാം. ഒരു സൂപ്പർ ഹീറോൻ്റെ പടം. നമ്മളെ മിന്നൽ മുരളിയായിട്ടൊക്കെ കമ്പയർ ചെയ്യാനുള്ളതൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ സൂപ്പർ പവർ അല്ല, ഒരു മൈൻഡ് പവറാണ്, ഇന്റലിജന്റ് ആണ് കാണിക്കുന്നത്. ഒരു മോട്ടിവേഷണലാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് എന്ന് വെച്ചാൽ ഹാൻഡിക്യാപ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും കണ്ടപ്പോൾ നമ്മൾക്ക് തോന്നി നമ്മളൊന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു പടമാണ്. ഉണ്ണിമൂന്ന് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ അത്രേ ഉള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല പടം. ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തില്? നല്ല പടം. പടത്തിന്റെ മേക്കിംഗ്, BGM എല്ലാം കൊള്ളാം, നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഉണ്ണിമൂന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിമൂന്ന് പൊളിയായിരുന്നു, ഒരു വെറൈറ്റി ആയിരുന്നു ഉണ്ണിമൂന്ന്. എന്താ പടത്തിൽ ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ? കുറേ നല്ല കാര്യങ്ങൾ, പുതിയ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ അവർ യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ഒരു മോട്ടിവേഷനിലാണോ പടം? മോട്ടിവേഷനാണ്.